ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ 9-ാമത്തെ അധ്യായം ആഴപ്രകൃതി ശാസ്ത്രത്തെ പരിചയപ്പെടുകയാണ് നമ്മളിപ്പോ. അതിൽ 6-ാമത്തെ ഭാഗം വ്യവസ്ഥാ വിതരണം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രകൃതിയുടെ സ്വയം ക്രമീകൃതമായിട്ടുള്ള ഏകാവസ്ഥ, സിംഗുലാരിറ്റി എന്നുള്ളത്, അതുപോലെ ഇൻട്രൻസിക് വാല്യൂ, അതുപോലെ തന്നെ അഖണ്ഡ പ്രകൃതി തുടങ്ങിയ മാനങ്ങൾ, ഡീപിക്കോളജിയുടെ മാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്, വ്യവസ്ഥാ വിതരണം എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ, all life is linked, aligning them brings natural flow. വ്യവസ്ഥാ വിതരണം, പ്രപഞ്ചത്തിലെ സർവവും വ്യവസ്ഥകളായാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോന്നും വ്യവസ്ഥകളാണ്, അവ ഓരോന്നും വലിയൊരു വ്യവസ്ഥയുടെ ഭാഗമാണ്. ഒപ്പം അവ ഉണ്ടായിട്ടുള്ളത് കുറെ ഉപവ്യവസ്ഥകൾ ചേർന്നാണ്. മനുഷ്യർ, അവയവങ്ങൾ, സമൂഹം, ഭൂമി, പ്രപഞ്ചം എന്നിങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാം കൂടി ഒരൊറ്റ വ്യവസ്ഥയാണ്, ഒരു വ്യവസ്ഥ ഒറ്റപ്പെട്ടതല്ല. എന്നാൽ ആധുനിക വ്യക്തിവാദം ഈ ബന്ധങ്ങളെ മുറിക്കാൻ ശ്രമിക്കും. മുതലാളിത്തവും തൊഴിലാളിത്തവും വ്യാവസായീകരണവും ഉപഭോഗത്വവും ഈ വ്യക്തിവാദത്തിന്റെ ഇതര മുഖങ്ങളാണ്. പക്ഷേ ശുദ്ധമായ ശാസ്ത്രത്തെ അധികരിച്ച് ഗഹന പരിസ്ഥിതി ശാസ്ത്രം പറയുന്നത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ബന്ധങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും പ്രകൃതിയുടെ ആവശ്യങ്ങളും ഒന്നാകുന്നു. ജീവിതം യാതൊരു തടസ്സവും ഇല്ലാതെ മുൻപോട്ട് പോകും. ഈ ഏകീകൃത വ്യവസ്ഥാ സംവിധാനമാണ് സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വ്യവസ്ഥാ വിതരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂടുകൾക്കകത്ത് കൂടുകളായ വിന്യാസം എന്ന രീതിയിൽ നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. എന്താണ് വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ആഴപ്രകൃതി ശാസ്ത്രം മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാം വ്യവസ്ഥകളായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വ്യവസ്ഥകളായിട്ടാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു വലിയ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പൊ അതിന് അപവാദം എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്ന വ്യവസ്ഥയാണ്. പരമമായ ഏറ്റവും വലിയ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് എന്തിനകത്താണെന്നുള്ളത് അതിന് പോലും അറിയില്ല. കാരണം അത് അത്തരം ഒരു സംവിധാനമാണ്. ഈശ്വരനെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ. അപ്പോ പരമമായ ആ പ്രപഞ്ചത്തിലെ ബാക്കി എല്ലാം, പ്രപഞ്ചമടക്കം എല്ലാം വ്യവസ്ഥകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അവ ഓരോന്നും വ്യവസ്ഥകളാണ്. അതൊരോന്നും വലിയ വ്യവസ്ഥയുടെ ഭാഗമാണ്. അവയുണ്ടായിട്ടുള്ളത് ഉപവ്യവസ്ഥകൾ ചേർന്നിട്ടാണ്. ഒപ്പം സഹവ്യവസ്ഥകളുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ നമുക്കറിയാവുന്ന സർവ്വവും, മനുഷ്യൻ, അവയവങ്ങള്, സമൂഹം, ഭൂമി, പ്രപഞ്ചം എന്നിങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാന വിശേഷം. നമുക്കിത് അറിയാവുന്ന കാര്യം. ഇതെല്ലാം കൂടെ ഒറ്റ വ്യവസ്ഥയാണെന്നാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഒറ്റ വ്യവസ്ഥ, ഇക്കോ ഹോൾ, സമഗ്ര വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നായതുകൊണ്ട് തന്നെ ഒന്നും ഒറ്റപ്പെട്ടതല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ നേരെ പഠിച്ചിട്ടുള്ളത് വ്യക്തിപരതയെ ആധാരമാക്കിയിട്ടാണ്. അപ്പോ വ്യക്തിപരത എന്ന് പറയുന്നതിന്റെ വിവിധ മുഖങ്ങൾ. വ്യക്തിപരത എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒരു വ്യക്തിയാണ്, ഞാൻ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ്, വ്യതിരിക്തമാണ്, ഞാൻ തനിയെ ആണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എല്ലാ സത്തകൾക്കും ജൈവ സ്വഭാവമുണ്ട്. ജൈവ സ്വഭാവം എന്ന് വെച്ചാൽ സ്വയമേവ പ്രകടിപ്പിക്കുന്ന സ്വയം നിയന്ത്രണ സംവിധാനമാണ്. അതിന് മറ്റൊന്നിന്റെ സഹായം ആവശ്യമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുമാണ്. മറ്റൊന്നിന്റെ സഹായം ആവശ്യമില്ല എന്ന് വെച്ചാൽ മറ്റൊന്നിന്റെ പിന്തുണ ഇല്ലെങ്കിലും ഇതിനെ നിലനിൽക്കാൻ കഴിയും എന്ന് അത് രൂപീകരണവും പരിചരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഇതൊരു ഒന്നിന്റെ, ഞാനെന്നുള്ളത് മറ്റൊരു സത്തയുടെ തുടർച്ചയാണ്, മറ്റൊരു വലിയ വ്യവസ്ഥയുടെ തുടർച്ചയാണ്, മറ്റൊരു ചെറിയ വ്യവസ്ഥയുടെ തുടർച്ചയാണ്, മറ്റ് കുറെ ഉപവ്യവസ്ഥകളുടെ തുടർച്ചയാണെന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് എന്റെ വ്യവസ്ഥയുടെ നിയമങ്ങൾ അറിയുമ്പോൾ, അതായത് എന്നിലൂടെ പ്രവാഹങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോഴാണ്, ഈ പ്രവാഹങ്ങളാണ് ഞാനായിത്തീരുന്നത്. ഞാനൊരു ജാലികയായി നിൽക്കുന്നു. എന്റെ ജാലികത്വത്തിന്റെ ഒരു പ്രദേശത്തെയാണ് ഞാനെന്ന് വിളിക്കുന്നത്.
ഞാനെന്നുള്ളത് കൂടായി നിൽക്കുന്നു. ആ കൂടിന്റെ ഒരു പ്രദേശത്തെയാണ് ഞാനെന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഒരു തുടർച്ചയാണ്, ഒരു പ്രദേശമാണ്, ഒരു പ്രത്യേക ഏരിയയെ പറയുന്നതാണ് എന്നത് തിരിച്ചറിയുമ്പോൾ ഈ വ്യക്തിവാദം നിലനിൽക്കില്ല. ഞാൻ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ പ്രകടമായ ഒരു വിതരണക്രമം ഉണ്ടല്ലോ, പരന്നു കിടക്കുന്ന വിതരണക്രമം, എല്ലാമായി നിൽക്കുന്ന വിതരണക്രമം. ഈ വിതരണക്രമത്തെ അറിയാത്തത് കൊണ്ടാണ് ഈ വ്യക്തിവാദം എന്നുള്ളൊരവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ നമ്മുടെ പുരാതന സമൂഹങ്ങളും ആചാര്യന്മാരും ഒക്കെ നമ്മളെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്. ഞാൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആ ലോക്കലായിട്ടുള്ള ഒരു പ്രദേശത്തെ ഐഡന്റിഫിക്കേഷൻ തന്ന് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്ന് ആ തിരിച്ചറിവിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ദൗത്യം ഏൽപ്പിച്ച് ആ ദൗത്യം ചെയ്ത് തീർക്കുന്നത് വരെയും ഞാനായി നിൽക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടായതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ പർപ്പസ്, ഉദ്ദേശ്യം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ധർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പൊ ധർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഞാനിന്റെ അവസ്ഥ, അല്ലാതെ അത് ബിലോങ്ങിങ്ങുമായി ബന്ധപ്പെട്ടതല്ല, ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ധർമ്മം നടപ്പിലാക്കാനുള്ള ആ ഒന്ന്, ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എനിക്ക് ചോദനകളായും വാസനകളായും എന്റെ മുന്നിൽ സന്ദേശങ്ങളായും വന്നുകൊണ്ടിരിക്കുന്നത് വഴി പ്രകൃതി എന്നോട് സംവദിക്കുന്ന ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന ധർമ്മം. അല്ലാതെ മുമ്പിൽ കൂടെ പോകുന്ന കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്ന, അതിന്റെ എല്ലാം വഴിതിരിച്ചു വിടുന്ന ധർമ്മമല്ല. നമ്മുടെ ചിന്ത കൊണ്ടുണ്ടാക്കുന്ന ധർമ്മമല്ല, നമ്മുടെ ചോദനകൾക്കും വാസനകൾക്കും അനുസരിച്ച് പോകേണ്ടുന്ന ധർമ്മം. അപ്പോ ഈ ധർമ്മം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആ ധർമ്മത്തെ നിർവഹിക്കാനാണ് നമുക്ക് വ്യക്തി സ്വഭാവം, വ്യക്തിത്വം എന്നുള്ളത് തന്നിട്ടുള്ളത്. എന്നാൽ ആധുനിക വ്യക്തിവാദം എന്ന് പറയുന്നത് ഇതല്ല. ഞാൻ മറ്റുള്ളവയിൽ നിന്നും കണ്ണിമുറിച്ച് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കുന്നൊരവസ്ഥ, എല്ലാം വിഭജിച്ചിട്ട് അതിന്റെ ഒരു പ്രദേശത്തെ എടുത്തങ്ങ് ഭരിക്കുക. ഈ മലയാളത്തിൽ പറയും വെടക്കാക്കി തനിക്കാക്കുക എന്ന്. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഈ വ്യക്തിവാദത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ ടൂൾ അങ്ങ് വലുതായി പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്നിന്റെ പേരാണ് മുതലാളിത്തം. ഈ മുതലാളിത്തത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന വേറൊന്നുണ്ട്, ഇതേ സാധനം തന്നെയാണ്, അത് മറ്റൊരു മുഖമാണെന്ന് മാത്രം. അതാണ് തൊഴിലാളിത്തം. ഈ തൊഴിലാളിത്തവും മുതലാളിത്തവും ഇവിടെ നിലനിന്ന് പോകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിൽ മണ്ഡലമാണ്. തൊഴിൽ മണ്ഡലം നിലനിർത്തുന്നത് വ്യാവസായീകരണത്തിലാണ്. അത് വ്യവസായവൽക്കരണം എന്ന ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു 300 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി എന്ന് പറയുന്ന കഥയിലല്ല അത് ഉണ്ടാവുന്നത്. മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ചരിത്രം തുടങ്ങിയ കൃഷിയുടെ കാലം മുതൽ വ്യാവസായീകരണമുണ്ട്. അന്നു മുതൽ ഈ മുതലാളിത്തവും തൊഴിലാളിത്തവും അതിൻ്റെതായ അളവിൽ, അതിൻ്റെതായ അർത്ഥത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി തന്നത് എന്താണ്? കൺസ്യൂമറിസം, ഉപഭോഗത്വം. ഈ ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന അവസ്ഥ പോലും ഈ ആധുനിക വ്യക്തിവാദത്തിന്റെ ഇതര മുഖങ്ങളാണ്. അതിന് നിലനിർത്തുന്ന ഒട്ടേറെ സങ്കേതങ്ങളുണ്ട്. തൊഴിൽ സംസ്കാരം എന്നുള്ളതുണ്ട്, വിദ്യാഭ്യാസ വ്യവസ്ഥയുണ്ട്, ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ വ്യക്തിപര ജീവിതത്തെ നിലനിർത്തുന്നതാണ്. ഈ വ്യക്തിപര ജീവിതത്തെ നിലനിർത്തുമ്പോൾ അവിടെ വ്യവസ്ഥകൾക്ക് പ്രസക്തിയില്ല, സത്തകൾക്ക് മാത്രമാണ് പ്രസക്തി. വ്യവസ്ഥയായിട്ടല്ല, സത്തയുടെ ബോധം, സത്തയുടെ അഹങ്കാരത്തിന് മാത്രമാണ് പ്രസക്തി. അത് സ്വന്തമാക്കുന്ന അഹം സ്വന്തമാക്കുന്ന, സ്വായത്തമാക്കുന്ന ധനം, സമ്പത്ത്, ഇതിനാണ് പ്രസക്തി. ഈ ധനത്തിന്റെ ഒഴുക്കിന് പോലും ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം എന്ന കാര്യം ഈ വ്യക്തിവാദത്തിന്റെ പ്രായോക്താക്കൾ മനഃപൂർവ്വം മറന്നുപോകും. അപ്പോ ശുദ്ധമായ ശാസ്ത്രമാണ്, അതായത് റിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഡീപ്പ് ഇക്കോളജി ഇതിനെ കാണുന്നത്. ഇപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം മെഷർ ചെയ്യുന്നത് പോപ്പുലർ സയൻസ് ആണ്. അത് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു സാങ്കേതിക സമീപനമാണ്, റിഡക്ഷനിസ്റ്റ് സമീപനമാണ് ഈ പോപ്പുലർ സയൻസ് എന്നുള്ളത്. റിയൽ സയൻസ് എന്നുള്ളത് അപ്പുറത്തും മാറി സഞ്ചരിക്കുന്നത്. അത് റിയാലിറ്റിയെ ആധാരമാക്കി, എത്തിക്സിനെ ആധാരമാക്കി, പ്രപഞ്ച സംവിധാനത്തിലെ എല്ലാ ഘടകങ്ങളിലും നിലനിൽക്കുന്ന പൊതു നിയമത്തെ ആധാരമാക്കിയിട്ടാണ് അത് സമീപിക്കുക. അതുപ്രകാരം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജാലിക വിന്യാസം എന്നുള്ളത് കറക്റ്റാണ്.
ഈ നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ളത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ്, ഫ്ലോ പാറ്റേൺ എന്നുള്ളത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്നെല്ലാം ഈ ഗഹന പരിസ്ഥിതി ശാസ്ത്രം പറയുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് എന്തെന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് സിസ്റ്റമിക് തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ഡിപിക്കോളജിയെ മനസ്സിലാക്കണമെങ്കിൽ സിസ്റ്റമിക് തിങ്കിങ്ങിനകത്തൂടെ പോകേണ്ടതുണ്ട്. അപ്പോ ഈ പരസ്പരമുള്ള ബന്ധമുണ്ട്, കൂടായ ബന്ധം, ഒഴുക്കിന്റെ ബന്ധം, ജാലികാ ബന്ധം, ഈ ബന്ധങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ പ്രകൃതിയായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും പ്രകൃതിയുടെ ആവശ്യങ്ങളും ഒന്ന് തന്നെയാകും. നിങ്ങൾക്ക് എന്താ ആവശ്യം തോന്നുന്നു, ആവശ്യം പ്രകൃതിക്ക് മനസ്സിലാവും, കാരണം നിങ്ങൾ പ്രകൃതിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ചും പുതിയ പാലങ്ങളും പുതിയ ഡാമുകളും ഒന്നും പണിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിർവഹിക്കാൻ പ്രകൃതിക്ക് കഴിയും. നിങ്ങൾക്ക് കൃത്രിമമായിട്ട് മഴ പെയ്ക്കേണ്ട കാര്യമില്ല, കൃത്രിമമായിട്ട് കാലാവസ്ഥയുടെ ചൂട് കൂട്ടേണ്ട കാര്യമില്ല, കൃത്രിമമായിട്ട് ഈ വൻ വാഹനങ്ങളും എന്താ പറയാ ഹരിതഭവന വാതകങ്ങളും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇത്രയേറെ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പ്രകൃതിക്കറിയാം, അത് പ്രകൃതി നിർവഹിച്ചിട്ട് തരും. അത് ഈ സാങ്കേതിക വിദ്യയുടെ രൂപത്തിലല്ല അവതരിപ്പിച്ചു തരുന്നത്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതം മിതമാണെങ്കിൽ ലളിതമാണെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ പ്രകൃതി കൊണ്ടുത്തരും. ഉണ്ട്, ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് തിരിച്ചറിയാനുള്ള വഴി നമുക്കില്ലാത്തതാണ് പ്രശ്നം. അപ്പോ നമ്മുടെ ആവശ്യവും പ്രകൃതിയുടെ ആവശ്യവും ഒന്നു തന്നെയാകുന്ന സമയത്ത് ജീവിതം സുഗമമായി മുൻപോട്ട്. എന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ റോൾസ് റോയ്സിന്റെ ഒരു 10 കാറുകളുടെ മുകളിൽ കയറി നിന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പാടും അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ സംവിധാനങ്ങളിലൂടെ കടന്നു പോകണം. എനിക്ക് ജീവിച്ചാൽ മതി, എനിക്ക് നല്ല രീതിയിൽ ജീവിച്ചാൽ മതി, എനിക്ക് ശാന്തമായി ജീവിച്ചാൽ മതി, ഈ സാങ്കേതിക സങ്കീർണതകളില്ലാതെ ജീവിച്ചാൽ മതി, ഞാൻ അപരനോടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചാൽ മതി, ഞാൻ എല്ലാവരോടുള്ള ധർമ്മം പാലിക്കുന്ന തരത്തിൽ ജീവിച്ചാൽ മതി, ഞാൻ എന്റെ ജീവിതം കൊണ്ട് മറ്റൊന്നിനും ഒരു ആഘാതവും ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഡിപിക്കോളജിക്കൽ വീക്ഷണത്തിലാണെങ്കിൽ നമുക്ക് റോൾസ് റോയ്സ് വാങ്ങിക്കാൻ കഴിയും. കാരണം റോൾസ് റോയ്സ് എന്നുള്ള എന്തിന് ഒരു മൊബൈൽ ഫോൺ പോലും നമുക്ക് അധികപ്പറ്റായിരിക്കും. നമ്മുടെ ചുറ്റുപാട് നിഷ്കർഷിക്കുന്നത് കൊണ്ട് ആജ്ഞാപിക്കുന്നത് കൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അത് നമുക്ക് ഒഴിവാക്കി ജീവിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ക്യാമ്പുകളിലും മിക്കവലിലെ ക്യാമ്പസിനകത്തും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എത്രയോ ഏറെ വലിയ ഖനനങ്ങൾക്ക്, എത്രയോ വലിയ പാരിസ്ഥിതിക നാശത്തിന്റെ കാരണമാകുന്നതിൽ നിന്നും മാറി നടക്കുക. അപ്പൊ അങ്ങനെ ഒരു മാറി നടത്തം എന്നുള്ളതാണ് ഈ ഡിപിക്കോളജി നമ്മളെ ബോധിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഡിപിക്കോളജി ആശ്രയിക്കുന്നത് സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷനെയാണ്. ഈ സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ് ഡിപിക്കോളജി ഈ കാര്യം പാലിക്കാൻ പാകത്തിൽ ഡിപിക്കോളജി പക്വമാകുന്നത്. അപ്പോൾ ഡിപിക്കോളജി അനുസരിച്ച് സിംഗുലാരിറ്റി, നെസ്റ്റഡ് ഹോൾ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിലെ സർവ്വ വസ്തുക്കളും വ്യവസ്ഥകളായി നിലനിൽക്കുന്നു, അവ പരസ്പര ബന്ധിതങ്ങളാണ്. ആ പരസ്പര ബന്ധിതങ്ങളായി നിൽക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ തുടർച്ചയായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പ്രപഞ്ചത്തിൽ ഒരു ഒറ്റപ്പെട്ട സത്തയായിട്ട് മാറുന്നില്ല. അങ്ങനെ തുടർച്ചയായിട്ട് മാറുന്ന സമയത്ത് എല്ലാത്തിനോടുമുള്ള ഉത്തരവാദിത്വം നമ്മൾ ലീനമായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഞാൻ എല്ലാത്തിന്റെയും ഭാഗമായിരിക്കുകയും എല്ലാത്തിന്റെയും തുടർച്ചയായിരിക്കുമ്പോൾ എന്റെ ആവശ്യം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും ആവശ്യമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഇതെല്ലാം നിർവഹിക്കപ്പെടും. അതിനായി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന കൃത്രിമ സങ്കേതങ്ങൾ നൽകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളിൽ നിന്ന് മാറി നടക്കാൻ ഡിപിക്കോളജി സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷനിലൂടെ നമ്മളെ സഹായിക്കുന്നു. ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. നിങ്ങളുടെ ഡിപിക്കോളജിക്കൽ വീക്ഷണം സിസ്റ്റമിക് ഡിസ്ട്രിബ്യൂഷനെയും കൂടെ പരിഗണിച്ചുകൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.